കൊൽക്കത്തയിൽ കൊല്ലപ്പെട്ട PG ഡോക്ടർ നേരിട്ടത് അതിക്രൂര പീഡനമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴുത്തിലും മുഖത്തും ജനനേന്ദ്രിയത്തിലുമായി 14 മുറിവുകളാണ് കണ്ടെത്തിയത്. ശ്വാസം മുട്ടിച്ചായിരുന്നു കൊലപാതകം. കൂട്ടബലാത്സംഗം നടന്നുവെന്നതിന്റെ സൂചനകളും റിപ്പോർട്ടിലുണ്ട്. സ്ഥിതിഗതികൾ കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസ് ദില്ലിയിലെത്തി. ആദിൽ പാലോടാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആദിൽ, എന്തെല്ലാമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ? അതിക്രൂര പീഡനമാണ് നടന്നത് എന്നാണല്ലോ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്, അങ്ങനെയല്ലേ? ഒരേ സമയം ഞെട്ടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിശദാംശങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. ഞാനിപ്പോൾ ഉള്ളത് RGKR മെഡിക്കൽ കോളേജിന് മുന്നിലാണ്. അവിടെ പ്രതിഷേധം തുടരുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളിലേക്ക് വന്നാൽ, കൊല്ലപ്പെടുന്നതിന് മുൻപ് വനിതാ ഡോക്ടർ മർദ്ദനമേറ്റിരുന്നു. RGKR മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ടതിലുള്ള റിപ്പോർട്ടിൽ പറയുന്നത് തലയിലും മുഖത്തും കഴുത്തിലും കൈയിലും സ്വകാര്യ ഭാഗത്തുമായി 14 മുറിവുകൾ ഉണ്ടായിരുന്നു. ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് റിപ്പോർട്ടിലുണ്ട്. ലൈംഗികാതിക്രമം നടന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ശ്വാസകോശത്തിൽ രക്തസ്രാവവും ശരീരത്തിൽ കട്ട പിടിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൂട്ടബലാത്സംഗത്തിനിരയായോ എന്ന ചോദ്യങ്ങൾ ഉയർത്തുന്ന രൂപത്തിലുള്ള സംശയങ്ങൾ ഉയർത്തുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിശദാംശങ്ങളാണെന്ന് പുറത്തു വന്നിട്ടുള്ളത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ വന്നതോടെ സമരം കൂടുതൽ ശക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഈ അഭയ്ക്ക് നീതി ലഭിക്കും വരെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണല്ലോ നിലവിൽ ഡോക്ടർമാരുടെ ഒരു തീരുമാനം. ഈ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരുന്നു ഇന്നത്തെ പ്രതിഷേധം ഉണ്ടായിരുന്നത്? പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുകയാണ് വിദ്യാർത്ഥികളും ആരോഗ്യ പ്രവർത്തകരും ജൂനിയർ ഡോക്ടർമാരുമായി വലിയൊരു സംഖ്യ ആളുകൾ ഇവിടെ RGKRന് മുന്നിൽ തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സമരം നിയന്ത്രിക്കാനായി പല വിധത്തിലുള്ള നിയന്ത്രണങ്ങളും നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിരുന്നെങ്കിലും കൊൽക്കത്തയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം ശക്തമായിരുന്നു. ഒരു ജൂനിയർ ഡോക്ടർ സമരസമിതിയുടെ പ്രതിനിധി നമ്മളെ റിപ്പോർട്ടറിനോടൊപ്പം ചേരുന്നുണ്ട്. How do you plan to continue the strike? Actually, the momentum of our strike is actually dependent on tomorrow's Supreme Court's hearing. Let's hear what they have to say, then we'll plan accordingly. Did you also file a petition on the High Court? We are planning to file a petition on the High Court. On the restrictions at 144, 163 जो संविधान जो है वो उसके अगेंस्ट, उसके खिलाफ സമരം തുടരുകയാണ്. ഒപ്പം നഗരത്തിലെ പല ഭാഗങ്ങളിൽ ചെറിയ ചെറിയ സമരങ്ങളായി തുടരുന്നത് പിന്നീട് വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുന്ന കാഴ്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു. ഇതിപ്പോൾ നമുക്ക് കാണാം. ഇതിപ്പോൾ RGKR മെഡിക്കൽ കോളേജിന്റെ സമരപന്തലിലെ കാഴ്ചയാണ്. സമരം തുടരുക തന്നെ ചെയ്യും. നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതിനെതിരെ പെറ്റീഷൻ നൽകിയിട്ടുണ്ട് ഹൈക്കോടതിയിൽ. അതിനെതിരെ ഹർജി നൽകിയിട്ടുണ്ട്. ആ ഹർജി അനുകൂലമായി ഒരു തീരുമാനം ഹൈക്കോടതിയിൽ നിന്നുണ്ടാകും എന്നുള്ളതാണ് ഇവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. സമരത്തിന് അവസാനമില്ല. സമരം വിദ്യാർത്ഥികളുടേത് മാത്രമല്ല ഈ ബഹുജനങ്ങൾ ആകെ പ്രതിഷേധത്തിന്റെ ഒരു സ്വരത്തിലേക്ക് കൊൽക്കത്തയിലെയും ബംഗാളിലെയും ജനങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ കൊൽക്കത്തയിൽ നിന്നുള്ള കാഴ്ച. അതിൽ മറ്റൊരു കാര്യം കൂടി, അതായത് ഈ നിലവിലെ സാഹചര്യങ്ങൾ കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ ഗവർണർ CV ആനന്ദ ബോസ് ദില്ലിയിലെത്തിയിട്ടുണ്ട്. എപ്പോഴാണ് ഗവർണർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുക? മറ്റൊന്ന്, ഈ CBI അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ബംഗാൾ ഗവർണർ ഡൽഹിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും നാളെ രാഷ്ട്രപതിയെയും ആഭ്യന്തര മന്ത്രാലയത്തെയും കണ്ട് ഇവിടുത്തെ ക്രമസമാധാന നില വിശദീകരിക്കുക എന്നത് തന്നെയാകും ഗവർണർ പോയതിന്റെ ഉദ്ദേശമെന്നത് വ്യക്തമാണ്. ആ നിലയിൽ തന്നെയാണ് പ്രതികരണങ്ങൾ പുറത്തുവരികയും ചെയ്തിട്ടുള്ളത്. ഒരു വശത്ത് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളും ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും നടപടികൾ പുരോഗമിക്കുമ്പോഴും CBI അന്വേഷണമാണ് ഇതിൽ പ്രധാനം. CBI അന്വേഷണത്തിൽ പറയുന്നത്, CBI അന്വേഷണം ഇപ്പോൾ പല തരത്തിലുള്ള മുന്നോട്ടുപോക്കുമായി പുതിയ തീരുമാനങ്ങൾ വരികയാണ്. പ്രധാനമായും സഞ്ജയ് റോയ് എന്ന സിവിക് പോലീസ് വാളണ്ടിയർ, ഇപ്പോൾ CBIയുടെ കസ്റ്റഡിയിലുള്ള ഏക പ്രതി സഞ്ജയ് റോയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാനുള്ള തീരുമാനം ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് അനുമതി ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നാളെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കും. ഇന്നും ഇന്നലെയുമൊക്കെയായി മനഃശാസ്ത്ര വിദഗ്ധരുടെ സാന്നിധ്യത്തിലുള്ള ചോദ്യം ചെയ്യലുകൾ ഉണ്ടായിരുന്നു. ഒപ്പം സന്ദീപ് ഘോഷ്, മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയുമാണ്. ഇതിപ്പോൾ തുടർച്ചയായി ചോദ്യം ചെയ്തു വരികയാണ് സന്ദീപ് ഘോഷിനെ.
അത് കൃത്യമായ ഉത്തരങ്ങളിലേക്ക് എത്താൻ വ്യക്തമായ ഉത്തരങ്ങൾ സന്ദീപ് ഘോഷ് നൽകുന്നില്ല എന്നുള്ളതാണ് CBI ഉദ്യോഗസ്ഥർ പറയുന്നത്. CBI ഉദ്യോഗസ്ഥർ ഇന്ന് ഇരയുടെ വീട്ടിലെത്തി മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം ഇവിടെ ഹോസ്പിറ്റലിലെത്തി ഇവിടെയും പരിശോധനകൾ നടത്തിയിരുന്നു. ഈ പരിശോധനയ്ക്കൊക്കെ അപ്പുറം എന്തൊരു തീരുമാനത്തിലേക്ക്, എന്തൊരു ഉത്തരത്തിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷയോടെ നോക്കുന്നത്, അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. നാളെ സുപ്രീം കോടതി ഈ വിഷയം സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടലുകളും ഇതിൽ പ്രധാനമാകും.